എൻ്റെ എനർജി എല്ലാം പോയി. കാരണം ഇത് ഞാൻ 5ാമത്തെ തവണയാണ് ഇതിൻ്റെ സെയിം ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യത്തെ തവണ ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. പിന്നെ 2ാമത്തെ തവണ ഞാൻ വീഡിയോ തിരിച്ചു വെച്ചു. 3ാമത്തെ തവണ ഞാൻ വീഡിയോ പിന്നെ ഓൺ ചെയ്തില്ല. 4ാമത്തെ തവണ എടുത്ത വീഡിയോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. 5ാമത്തെ തവണ ഇത് 5ാമത്തെ ഷോട്ടാണ്. ഇപ്രാവശ്യം എന്തുണ്ടാകും നമുക്ക് കാണാം. അതാണ് ഇവിടെ ഫുള്ള് വെട്ടും കുത്തും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഈ വേർഡ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സൂപ്പർ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നാണ്. ഞാൻ 3 വർഷമായിട്ട് ഒളിമ്പ്യാഡ് എഴുതിയിട്ട് ലെവൽ 2 ലെവൽ 1 ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഹ്യൂമൻ ബോഡി ആൻഡ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലെ ഡിസീസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഡിസീസസ്? ഡിസീസസ് എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ. 2 തരം അസുഖങ്ങളുണ്ട്, കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും. പിന്നെ അത് പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം. ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എല്ലാം മനസ്സിലാവും. പിന്നെ ഇതെൻ്റെ 5ാമത്തെ ടേക്കാണ്. എൻ്റെ സൗണ്ട് ഫുള്ള് പോയി. എന്തായാലും നോൺ കമ്മ്യൂണിക്കബിൾ, പിന്നെ ഞാൻ അവസാനം ക്യുസും പിന്നെ വൈറസ്, പ്രോട്ടോസോവ, ഫംഗൈ, ബാക്ടീരിയൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ക്യുസും ഉണ്ട്. ഇപ്പൊ പഠിച്ചതിൻ്റെ 2019-20 ഉള്ള ഒരു ക്യുസ് ഉണ്ട്. 2019-20 ഒരു ക്യുസും ഉണ്ട്. അപ്പൊ ആ ക്യുസും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. സൂപ്പർ വീഡിയോ ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ഐ മേക്ക് ആണ്. എൻ്റെ സൗണ്ട് പോയി. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്താണ് ഈ ചുമയുണ്ട്, എൻ്റെ സൗണ്ടും പോയി. പക്ഷെ ഇത് വേറൊരാൾക്ക് പകരൂല. പക്ഷെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് പനി ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് പകരും. അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ 1 person to anotherലോട്ട് പടർന്നുകൊണ്ടേ ഇരിക്കും. നമ്മുടെ COVID-19 ഒന്നും നിങ്ങൾ മറന്നു കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇത് ക്ലാസ് 6th-നും 5th-നും 6th-നും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. അതുകൊണ്ട് ആരും അടിച്ചു പോകാൻ നിൽക്കരുത്. ഇത് മുഴുവൻ കാണണം, സ്കിപ്പ് അടിക്കാതെ കാണണം. അപ്പം 2 ടൈപ്പ് ഡിസീസസ് ഉണ്ട്, കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും. കമ്മ്യൂണിക്കബിൾ പകരും, നോൺ കമ്മ്യൂണിക്കബിൾ പകരില്ല. അപ്പൊ നമുക്ക് ഡിസീസസിൽ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞ ടൈപ്പാണ്. അപ്പോൾ ഇതിൽ കണ്ടോ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗൈ, ബാക്ടീരിയ, ഇത്രയും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഇതൊക്കെ മൈക്രോബ്സ് ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് കോസ് ചെയ്യുന്നത്. അത് കോസ് ചെയ്യുന്ന അസുഖങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയേക്കണം. അതൊന്ന് കാണാമോന്ന് അറിയൂല, കാരണം 5 ടേക്ക് എടുത്തിട്ട് ബോർഡ് ഫുള്ള് നാശമായി. അപ്പം വൈറസ്, ഇപ്പൊ നിങ്ങൾ ഒരു എക്സാം എഴുതുകയാണ്. അപ്പൊ ചോദിക്കാണ് മലേറിയ ഏത് മൈക്രോബാണ് കോസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലപോലെ കണ്ട് ഒരു 5-6 വട്ടം കണ്ട ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പറയും പ്രോട്ടോസോവയാണ് മലേറിയ കോസ് ചെയ്തതെന്ന് കറക്റ്റ് ഉത്തരം പറയും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണാം. ഓക്കെ, അപ്പൊ ഇത് പല ക്വസ്റ്റ്യൻസും വരും. സ്കൂളിലോട്ട് ഒരു നല്ല ഉപയോഗപ്രദമാണ്, ഒളിമ്പ്യാഡിൽ, സ്കൂളിൽ. ഓക്കെ, നമുക്കിനി പറഞ്ഞു നിൽക്കാൻ ടൈമില്ല. എനിക്ക് 7ാമത്തെ ടേക്കൊന്നും എടുക്കാൻ വയ്യ. അപ്പം നമുക്കിനി വൈറസ് കോസ് ചെയ്യുന്ന അസുഖങ്ങൾ നോക്കാം. കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്, മെയ്സിൽസ്, ഡെങ്കു, ചിക്കൻ കുനിയ, പിന്നെ പോളിയോയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് എഴുതിയില്ല. അപ്പൊ ഇത്രയാണ് കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്, മെയ്സിൽസ്, ഡെങ്കു, ചിക്കൻ കുനിയ. ഇതൊക്കെയാണ് വൈറസ് കോസ് ചെയ്യുന്നത്. അടുത്ത പ്രോട്ടോസോവ, മലേറിയ, അമീബിക് ഡിസെൻട്രി, അത്രയേ ഉള്ളൂ. പിന്നെ ഫംഗൈക്ക് ഒരേ ഒരു എക്സാമ്പിൾ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. റിംഗ് വേം.
ഓക്കെ, നിമോണിയ, വൂഫിംഗ് കഫ്, ഇത്രയാണ് നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ ഈ 4 തരം ഡിസീസസിൽ പഠിക്കാനുള്ള. വൈറസിൽ കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്, മീസിൽസ്, ഡെങ്കു, ചിക്കൻ ഗുനിയ, പിന്നെ പ്രോട്ടോസോവലിൽ മലേറിയ, അമീബിക് ഡിസെൻട്രി, പിന്നെ ഫംഗയിൽ റിംഗ്വർം, പിന്നെ ബാക്ടീരിയയിൽ പ്ലീഗ്, ടൈഫോയിഡ്, പിന്നെ ട്യൂബർകുലോസിസ്. ഇത് നിങ്ങൾ റിപ്പീറ്റ് അടിച്ചുകണ്ട, നിങ്ങൾക്കിതെല്ലാം പിന്നെ കുറേ തവണ നിങ്ങളിത് കണ്ടാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. പിന്നെ ഈ കാണുന്ന ചാർട്ട് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ചാർട്ടാണ്. ഇത് കാണാതെ പഠിക്കണം. പിന്നെ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ ഞാൻ ഇതിൽ ഇപ്പം ഞാൻ തന്നിരിക്കുന്ന ചാർട്ടിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടും. അപ്പം നമുക്കിനി ക്വിസിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് അടുത്ത ക്വിസിലോട്ട് പോകാം. അപ്പം ഇന്ന് നമുക്ക് എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ വെച്ച് മതി എല്ലാ വീഡിയോയിലും. ഞാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് 2019-20 ക്വസ്റ്റ്യനാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പോയി നോക്കിയപ്പോൾ തന്നെ കിട്ടി ഈ ക്വസ്റ്റ്യൻ. ജസ്റ്റ് അതിൽ നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ് വിച്ച് മൈക്രോബ്സ് ദാറ്റ് ക്ലോസ് പ്ലേഗ് ആൻഡ് പോളിയോ. അതായത് പ്ലേഗും പോളിയോവും കോസ് ചെയ്യുന്ന, അതായത് കാരണപ്പെട്ട മൈക്രോബ്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ ഫോട്ടോ ആണ് ശരിക്കും വരേണ്ടത്, പക്ഷെ ഇവിടെ ഫോട്ടോ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഞാനിവിടെ മൈക്രോബ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ നമ്മൾ പഠിപ്പിച്ചതെന്ന് വന്ന ക്വസ്റ്റ്യനാണ്. പേരെഴുതിയിട്ടുണ്ട്. പിന്നെ വൈറസ് എന്ന് പറഞ്ഞാൽ P, ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ Q, പ്രോട്ടോസോവ എന്ന് വെച്ചാൽ R, പിന്നെ ഫംഗൈ എന്ന് പറഞ്ഞാൽ S. അപ്പോൾ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വൈറസിനെ P ആയിട്ട് നോക്കുക, ബാക്ടീരിയനെ Q ആയിട്ട് നോക്കുക, പ്രോട്ടോസോവനെ R ആയിട്ട് നോക്കുക, ഫംഗൈനെ S ആയിട്ട് നോക്കുക. എന്നിട്ട് ഇതിൽ പ്ലേഗ് കോസ് ചെയ്യുന്നത് ആരാണെന്ന്, P ആണോ Q ആണോ R ആണോ S ആണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കൂ. എന്നിട്ട് പിന്നെ പോളിയോ കോസ് ചെയ്യുന്നത് ആരാണെന്ന് മനസ്സിൽ വിചാരിക്കൂ. അപ്പം നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടിക്കാണും. ആൻസർ കിട്ടിയില്ലെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് ഒരു ആൻസർ കിട്ടിയതിന് ശേഷം നിങ്ങൾ പിന്നെ പോസ് വിട്ടോളും, കാണാൻ തുടങ്ങാം. പിന്നെ അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ക്യൂയും പിന്നെ പിയും ആണ്. ക്യൂ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, പ്ലേഗ് വരുത്തുന്നത് ബാക്ടീരിയ ആണ്. പിന്നെ പോളിയോ വരുത്തുന്നത് P, വൈറസുമാണ്. അപ്പം ഇവിടെ എക്സ് ഉണ്ട്. എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൽ Q ഏതിന്, എക്സ് എന്ന് പറയുമ്പോൾ പ്ലേഗ് ആണ്. അപ്പോൾ പ്ലേഗ് വരുത്തുന്നത് Q ആണ്. അപ്പോൾ ഇതിൽ 2 Q ഉണ്ട്. നോക്ക്, 1 2 Q ഉണ്ട്. ഇത് P. അടുത്തത് ബാക്ടീരിയ കഴിഞ്ഞു. ഇനി വൈറസ് P ആണ്. ഇതിൽ ഒരേ ഒരു P ഉള്ളൂ, അത് ഇതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ദ ആൻസർ ഈസ് C. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ഇതിൻ്റെ പ്രത്യേകമായിട്ട് ക്വസ്റ്റ്യൻസ് മാത്രമുള്ളൊരു വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതിൽ പ്രോട്ടോസോവ, വൈറസ്, ഫംഗൈ, ബാക്ടീരിയ എല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ കാണിക്കാന്ന് പറഞ്ഞ ഫോട്ടോസ്. ഇതിലേതെങ്കിലും ഒന്നൊക്കെ എക്സാമിന് വരുവുള്ളൂ. ഞാൻ ഈ വീഡിയോ കാണിച്ചത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് കോപ്പി പേസ്റ്റ് കിട്ടാനും സാധ്യതയുണ്ട്. വീഡിയോ അല്ല, ഫോട്ടോ. ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോയ്ക്ക് കോപ്പി പേസ്റ്റ് കിട്ടല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.